ഇന്ന് ഞാൻ കാക്കനാടുള്ള ചേട്ടൻ്റെ വീട്ടിൽ വന്നേക്കോട്ടാ. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളമാണിത്. ഇവിടെ എല്ലാവരും ഇതിനെ പാറക്കുളം എന്നിട്ടാ പറയണത്. അത്യാവശ്യം നല്ല അടിപൊളി വെള്ളമൊക്കെയാണ്. ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉള്ള കുളം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് ഇതിലെ മീനുകളൊന്നും കാണാൻ പറ്റില്ല. 4 സൈഡും നല്ല കല്ലൊക്കെ കെട്ടിയാരനെ കല്ലിൻ്റെ ഗ്യാപ്പുകളിലാണ് ഈ കൂടുതലും മീനുകളൊക്കെ ഇരിക്കണത്. കൂടുതലും കാര്യമുണ്ട് ഈ കുളത്തിലുള്ളത്. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എത്ര നോക്കിയിട്ടും ഈ കുളത്തിൽ ഒരു കരിപ്പിടിനെ പോലും കാണാൻ പറ്റില്ല കേട്ടോ. സാധാരണ മിക്ക കുളത്തിലും ഉണ്ടാവുന്ന മീനാണ് കരിപ്പിടി. ഈ ഒരു ചെറിയ മീനുകളൊക്കെ ഉണ്ടാ ശരിക്കും അക്വേറിയം ഫിഷിൻ്റെ പോലെ തന്നെ ഇല്ലേ. ഇവിടെ മുമ്പൊരു ദിവസം വന്നപ്പോൾ ഇതേപോലെ രാത്രി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കാരിനെ കാണാൻ പറ്റിയിട്ടാ. ഇന്നെന്തായാലും അപ്പോൾ രാത്രി ആകുമ്പോൾ ഒന്ന് നോക്കാം, കാണാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പം സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയിട്ട് അവിടെ കുളത്തിലും അതിനോട് ചേർന്നുള്ള ചെറിയ തോടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായാലും തെറ്റിയില്ല കേട്ടാ. പൊത്തുകളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കടു പുറത്തിറങ്ങിയിട്ടുണ്ട്. കടു മാത്രമല്ല കേട്ടാ, ഇഷ്ടം പോലെ കൂരിയും പിന്നെ തൊണ്ണിവാള അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്. കടു ചെറുതും വലുതും എല്ലാം ഉണ്ട് കേട്ടോ. ടോർച്ച് അടിക്കണുണ്ടപ്പോൾ ഒരാമച്ചാര് നോക്കി നിൽക്കുന്നുണ്ട്. ഈ കുളത്തിൽ അധികാരം അങ്ങനെ മീനൊന്നും പിടിക്കാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു കെണിവല ഈ കല്ലുകളോട് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീനെ കിട്ടും. ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ തൊണ്ണിവാള എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മീനാണ് കേട്ടോ. മുമ്പൊക്കെ തോട്ടിലും കുളത്തിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു മീനാണ്. പക്ഷെ ഇപ്പം അപൂർവമായിട്ട് ഇതിനെ കാണാറുള്ളൂ. ഇവനെ നമ്മൾ കാണുന്നു വിചാരിച്ചില്ല കേട്ടാ. ഒരു കടിയമ്പരാലാണ്. പക്ഷേ സാധാരണ കടിയമ്പരാലൊക്കെ അത്ര വലിപ്പം ഉണ്ടാവാറില്ല. ഇതെന്തായാലും ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട് സാധനം. ഇത് ശരിക്കും നല്ല അഗ്രസീവായിട്ടുള്ളൊരു മീനാണ് കേട്ടോ. ഇതിനെ ചൂണ്ടയിലൊക്കെ പിടിക്കുമ്പോൾ കയ്യിലൊക്കെ കയറി കടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പടവും മേലിതേ ഒരു ചില്ലാങ്കൂരി നടക്കുന്നുണ്ട് കേട്ടോ. ഈ കുളത്തിൽ ഇഷ്ടം പോലെ കൂരികളെ കാണാനുണ്ട് കേട്ടോ, എവിടെ നോക്കിയാലും. വേണ്ട എന്തോരം പരലുകളാണെന്ന് നോക്കിയേ. പക്ഷേ ഇതൊക്കെ ഒരു വെറൈറ്റി ടൈപ്പ് പരലുകൾ കേട്ടോ. ദേഹത്ത് നല്ല കറുത്ത വരകളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു അക്വേറിയം ഫിഷിൻ്റെ പോലെ തന്നെ ഉണ്ട് കാണാൻ. ദൈവനുണ്ടാ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല വലിപ്പമുള്ള കടു. നല്ല പച്ച കളറുണ്ട് ആശാന്. ഈ മീനുകളൊക്കെ പകല് മൊത്തം കല്ലിൻ്റെ ഇടയിലുണ്ടാ. രാത്രിയാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വന്ന് തീറ്റെടുക്കണത്. കണ്ട ഓരോന്നൊക്കെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ല മണ്ണിരെ കുളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചൂണ്ട കയറി പിടിച്ചോളും. അടുത്ത വരവിന് എന്തായാലും ഈ കുളത്തിലൊന്ന് ചൂണ്ടിട്ട് നോക്കണം. കണ്ട എല്ലാ മീനുകളും തീറ്റ എടുത്തോണ്ടിരിക്കുന്നുണ്ടാ. കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ എന്തോക്കെ കൊത്തി തിന്നുന്നുണ്ട്. ഈ കഴിച്ച ഒരു ബോണസ് ഉണ്ടാ. ഇതെന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നല്ല അടിപൊളി ഒരു പാറഞ്ഞുണ്ട്. സാധാരണയൊക്കെ പാറഞ്ഞണ്ടിനെ കാണാറുള്ളത് ചെറുതാണ്. ഇത് ഏകദേശം ഒരു കൈപ്പത്തിര വലിപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1-2 കാര്യമൊക്കെ നടക്കുന്നുണ്ട്. കണ്ട ഇത്രയും നേരം ടോർച്ച് അടിച്ചപ്പോൾ ആശാനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പം എവിടുന്നോ കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഇനിയും ഡൗട്ട് ഇതേപോലെയൊക്കെ കുറേ മീൻ. കണ്ട ബ്രാല് എടുത്ത് നിൽക്കണ ഒരു പൊടിമീനെ വെട്ടിയതാണ് ഇപ്പോൾ കണ്ടത്. ഇത് തീറ്റ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാ. അതിൻ്റെ വാല് വളച്ചുള്ള നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ട പിന്നെ ഒരെണ്ണത്തിന് വെട്ടി. എന്തായാലും രാത്രി വന്നത് വെറുതെ ആയില്ല കേട്ടോ. ഇഷ്ടം പോലെ മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കടുവിൻ്റെ സൈസ് നോക്കിയേ. വീഡിയോയിൽ ചിലപ്പോൾ ശരിക്കും അറിയാനുണ്ടാവില്ല കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ നിൽക്കണത് ഒരു തൊണ്ണിവാളയാണ് കേട്ടോ. ആശാന കല്ലിൻ്റെ വടവിലേക്ക് കയറിപ്പോകാനുള്ള പുറപ്പാടിലാണ്. അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടാ. കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഞണ്ടാശാൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആള് തീറ്റ നോക്കി ഇറങ്ങിയിട്ടുള്ളതാണ്. നേരത്തെ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ കല്ലിൻ്റെ ഇടയിലേക്ക് പിന്നെയും കയറി പോയതാണ്. ഇപ്പം പിന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെയും പോയി. ഇത് കുളത്തിനോട് ചേർന്ന് തന്നെ ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ. അതിലും അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. മീൻ മാത്രമല്ല കേട്ടോ, 1-2 ആമയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ വേരുകളുടെ ഇടയ്ക്ക് 3-4 തൊണ്ണിവാള ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ടോർച്ചിൻ്റെ വെളിച്ചം കാണുമ്പോൾ എല്ലാം ഓടും കേട്ടോ. ഇതൊരു തൊണ്ണിവാളയുടെ തീരെ ചെറിയ കുഞ്ഞുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊന്നും കാണാൻ കിട്ടാറില്ല. ഇതിപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ കണ്ടത്. എന്തായാലും ഇന്ന് രാത്രി ടോർച്ചുമായിട്ട് ഇറങ്ങിയത് വെറുതെ ആയില്ല കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.